2024 ആണ്ട് പിറക്കുകയാണ്. ഈ പുതുവത്സര പുലരിയിൽ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമമായ നവവത്സര ആശംസകൾ. നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഒരിക്കൽ ചെയ്ത ഒരു വാർത്തയുടെ തുടർച്ചയാണ് ഇന്നത്തേത്. നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം, അത് 2023 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഈ പരിപാടിയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഇവിടെ കൂടുതലായിട്ട് ആവർത്തിക്കുന്നില്ല, എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ വാചകങ്ങളിൽ കാര്യം അവതരിപ്പിക്കാം. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് പൊക്ലായി എന്നൊരു സ്ഥലത്ത് 2 മലവേടൻ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഈ ഇന്ത്യ ഗവൺമെൻറ് സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ള ആമകളെ പിടിച്ചു. ആമയെ പിടിക്കുന്നത് കുറ്റകരമാണ്. ഈ മലവേടന്മാർ ആമയെ പിടിക്കുന്നവരും ആമയെ വേവിച്ച് തിന്നുന്നവരുമാണ്. പക്ഷേ ഇവർ പിടിച്ച ആമ സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ടതാണ്. മലവേടന്മാർക്ക് ഇതറിയില്ലായിരുന്നു. അവരുടെ കയ്യിൽ ഈ റെഡ് ഡേറ്റ ബുക്കില്ല. ഏതിനെയൊക്കെ പിടിക്കാം, ഏതിനെയൊക്കെ പിടിക്കാൻ പാടില്ല, ഏതിനെയൊക്കെ തിന്നാം, ഏതിനെയൊക്കെ കാട്ടിലേക്ക് തിരിച്ചു വിടണം എന്നറിയില്ലായിരുന്നു. വെള്ളാങ്കല്ലൂരിലെ ഫോറസ്റ്റുകാർ ഇവരെ പിടിച്ചു. പിടികൂടി എന്ന് മാത്രമല്ല, കുറേ ദിവസം ഇവർക്ക് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അവരെ സ്വന്തം ജാമ്യത്തിൽ വിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണമായിരുന്നു. മലവേടന്മാരാണല്ലോ, അവർക്ക് വലിയ ലോകപരിചയമില്ല. ബുദ്ധിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും വളരെ കുറവാണ്. സാധുക്കൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒപ്പിടാൻ പോകാതെ ഇത് എന്തോ ചടങ്ങാണെന്നാണ് അവർ വിചാരിച്ചത്. പോലീസുകാർ വെറുതെ ഇരിക്കുമോ? വല്ല പോക്കറ്റടിക്കാരോ ബലാത്സംഗ കേസിലെ പ്രതികളൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ കണ്ണടയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് കയറും. പക്ഷേ മലവേടന്മാരുടെ കാര്യത്തിൽ പോലീസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും പിടിച്ച് രണ്ടാമത് കോടതിയിൽ ഹാജരാക്കി. അവർക്ക് വേണ്ടി ഹാജരാവാൻ വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ സഹായിക്കാനായിട്ട് ഇവിടെ നവോത്ഥാന മൂല്യങ്ങൾ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്തു? ഇവർക്ക് ജാമ്യക്കാർ പോലും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരെ നേരെ ജയിലിലേക്ക് വിട്ടു. അങ്ങനെ ഇവർ ജയിൽവാസം അനുഭവിക്കുന്ന സമയത്ത് ഇതിൽ ഒരാൾ കുമാർ എന്ന് പറഞ്ഞ ആൾ അവിവാഹിതനാണ്. മറ്റേ സുരേഷ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആൾ, അയാൾ വിവാഹിതനും 4-5 കുട്ടികളുടെ പിതാവുമാണ്. ഈ കുട്ടികളുടെ സ്കൂളിൽ പോക്ക് മുടക്കി. ഇയാൾ തെങ്ങേറ്റ തൊഴിലാളിയാണ്. തെങ്ങേറാൻ പോകാറുണ്ടായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയും. ഇവർ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കിയ ഒരു കുടിലെന്ന് പോലും പറയാൻ പറ്റിയില്ല, ഒരു ചെറ്റ എന്നും പറയാൻ പറ്റില്ല. അതിനേക്കാൾ ദയനീയമായ അവസ്ഥയിൽ ഒരു കുറ്റിക്കാട്ടിലാണ്, മറ്റൊരാളുടെ സ്ഥലത്ത് അനധികൃതമായി താമസിക്കുന്ന കുടുംബമാണ്. അതിനെ തുടർന്ന് ഇയാളുടെ ഭാര്യ കൊടുങ്ങല്ലൂർ ക്ഷേത്ര നടയിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോയി. ഈ വിവരം അറിഞ്ഞ് മാതൃഭൂമിയുടെ തൃശ്ശൂർ എഡിഷനിലെ ലേഖൻ MB ബാബു ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി പത്രത്തിൽ കൊടുത്തു. അത് തൃശ്ശൂർ എഡിഷനിൽ മാത്രം വന്നു. തൃശ്ശൂർ എഡിഷനിൽ വാർത്ത കണ്ട് ദളിത് ആദിവാസി ലോയേഴ്സ് ഫോറം എന്ന സംഘടനയുടെ പ്രധാന പ്രവർത്തകരായ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഈ വിഷയം ഏറ്റെടുക്കുകയും ഇരിങ്ങാലക്കുട കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കുകയും മജിസ്ട്രേറ്റ് ഒരു പക്ഷേ മാതൃഭൂമി വായിച്ചു കാണും. മജിസ്ട്രേറ്റ് കനിഞ്ഞ് ജാമ്യം അനുവദിച്ചു. അങ്ങനെ ഇവരെ ജയിലിൽ നിന്ന് പുറത്ത് വന്ന സമയത്ത് വീണ്ടും മാതൃഭൂമി സ്റ്റേറ്റ് വൈഡ് എഡിഷൻ വാർത്ത കൊടുത്തു. ആദ്യത്തെ വാർത്ത തന്നെ ഞാൻ കണ്ടിരുന്നു. രണ്ടാമത്തെ വാർത്ത കണ്ടപ്പോൾ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടാണ് അന്ന് വീഡിയോ ഓഗസ്റ്റ് 14-ാം തീയതി ചെയ്തത്. ആ സമയത്ത് നമ്മുടെ ഗ്രോ വാസു ജാമ്യം കൊടുത്തിട്ടും ജയിലിൽ നിന്ന് പോകാതെ സഹന സമരം തുടരുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗ്ലാമറില്ലാത്ത ജയിൽ മോചനം എന്നായിരുന്നു ഈ വീഡിയോയ്ക്ക് അന്ന് കൊടുത്ത ശീർഷകം. ഏതായാലും അന്ന് അവർ ജാമ്യത്തിൽ ഇറങ്ങി. പക്ഷേ അഡ്വക്കേറ്റ് രാധാകൃഷ്ണനും സംഘവും ഇവരെ കൈവിട്ടില്ല. ഞാൻ പറയുമ്പോൾ ഒന്ന് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അവരെ പ്ലാസ്റ്റിക് ഷീറ്റ് മൂടിയ കുടിലിൽ നിന്ന്, അല്ലെങ്കിൽ ചെറ്റ പോലും അല്ലാത്ത ആ വാസസ്ഥലത്ത് നിന്ന്, കുറ്റിക്കാട്ടിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഏതാണ്ട് 10,000 രൂപ അഡ്വാൻസ് കൊടുത്ത് 2,500 രൂപ വാടക നിശ്ചയിച്ച് ഒരു ചെറിയ വീട്ടിലേക്ക് ഈ സുരേഷിൻ്റെയും കുടുംബത്തെയും മാറ്റി. അവിടെ ഉണ്ടായിരുന്ന മറ്റ് മലവേടന്മാർക്കും അടച്ചുറപ്പുള്ള വീടുകൾ ഇവർ വാടകയ്ക്ക് എടുത്തു കൊടുത്തു. ആ സമയത്ത് സ്ഥലം MLA മറ്റുമൊക്കെ പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നുവെങ്കിലും അത് നിറവേറ്റപ്പെട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. അതെന്തോ ആട്ടെ, അതിന് കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, പക്ഷേ വോട്ടർ ID കാർഡില്ല. ഇവരുടെ പേര് വോട്ടർ പട്ടികയിലില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ MLA സഹായിക്കില്ല, MP സഹായിക്കില്ല,
മന്ത്രിമാർ സഹായിക്കില്ല. കാരണം ഏത് ദാരിദ്ര്യവാസിക്കാണെങ്കിലും, ആദിവാസി ആയിക്കോട്ടെ, ദളിതായിക്കോട്ടെ, ഇനി സവർണനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, വോട്ടവകാശം ഇല്ലാത്തവനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഗൗനിക്കുകയില്ല. അതാണ് ഈ മലവേടന്മാർക്ക് സംഭവിച്ചത്. അവരുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി, ലൈഫ് പദ്ധതിയിലോ അല്ലെങ്കിൽ ഡെത്ത് പദ്ധതിയിലോ ഏതെങ്കിലും ഉൾപ്പെടുത്തി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ ഒരു സഹായവും കിട്ടിയില്ല. അപ്പോൾ പക്ഷേ ഈ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ സംഘവും ചേർന്ന് വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് ആശംസാ പ്രസംഗം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തുവാട്ടെ, അവരെ കൊണ്ട് പറ്റുന്ന പണിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർന്നാലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് വിചാരിക്കും. സർക്കാരിൽ നിന്ന് എത്ര കോടി രൂപയാണ് ഓരോ കൊല്ലവും ഈ പട്ടികജാതിക്കാരെയും പട്ടികവർഗ്ഗക്കാരെയും ഒക്കെ സഹായിക്കാനും ഉദ്ധരിക്കാനും ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും ചിലവാക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. മന്ത്രി രാധാകൃഷ്ണനാണെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാരനാണ്. മാതൃഭൂമി വായിക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ല. വാർത്ത ദേശാമനിൽ വന്നെങ്കിൽ അദ്ദേഹം വായിച്ചാൽ. എന്തുവാട്ടെ, അങ്ങനെ നടക്കുന്ന കാലത്ത് ഇവർ ഇപ്പോൾ ഒരു അടച്ചുറപ്പുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. മാസം 2500 രൂപ വെച്ച് വാടക കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയാൻ വന്ന ഇതാണ്, നമ്മുടെ നവകേരള യാത്ര, നവകേരള സദസ്സ് ഇവരുടെ വീടിരിക്കുന്ന കയ്പമംഗലം മണ്ഡലത്തിലും നടന്നു. ഇവർ ഇപ്പോൾ താമസിക്കുന്നത് വെമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെമ്പല്ലൂർ എന്ന് പറഞ്ഞത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ചാവക്കാട്ടേക്ക് പോകുന്ന ദേശീയപാതയിലാണ്. ആ ദേശീയപാതയുടെ സൈഡിലാണ് വെമ്പല്ലൂർ. വെമ്പല്ലൂരിൽ തന്നെയാണ്, പടിഞ്ഞാറേ വെമ്പല്ലൂരിലുള്ള MES അസ്മാബി കോളേജിൽ വെച്ചിട്ടായിരുന്നു പിണറായി സഖാവിൻ്റെ നവകേരള സദസ്സ്. ഈ നവകേരള സദസ്സിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്നവർക്കും എല്ലാവർക്കും, താല്പര്യമുള്ള എല്ലാവർക്കും, കാണാൻ പോകുന്നവർക്കല്ല, പരാതി കൊടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർ ഒരു പരാതി എഴുതി തയ്യാറാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. 6,21,000 പരാതിയാണ് ഈ നവകേരള സദസ്സിൽ കിട്ടിയത്. ഈ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞതിന് മുമ്പ് അതെല്ലാം വായിച്ചു തീർക്കാനെങ്കിലും ബന്ധപ്പെട്ടവർക്ക് സന്മനസ്സും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്ര പേർക്ക് ഗുണം കിട്ടുന്നറിയില്ല. ഏതായാലും ഇങ്ങനെ ഈ 6,21,000-ൽ പരം പരാതികളിൽ ഒരു പരാതി നമ്മുടെ സുരേഷിൻ്റെയാണ്. സുരേഷ് കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ജീവിക്കാൻ ഒരു മാർഗവുമില്ല, ജീവിത സൗകര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കി തരണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വീടിൻ്റെ വാടക സർക്കാർ ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതൊന്നും സർക്കാർ കൊടുക്കില്ലെന്ന് നമുക്കറിയാം. ഇവരുടെ പേരിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് പിൻവലിക്കണം. 1/2017 ക്രൈം നമ്പർ. അത് വെള്ളാങ്കല്ലൂർ ഫോറസ്റ്റ് ഓഫീസറാണ് ഈ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസ് പെൻഡിംഗ് ആയിരിക്കുന്നത് ഇരിങ്ങാലക്കുട കോടതിയിലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ് പിൻവലിക്കാൻ ദയയും ദാക്ഷിണ്യവും കാണിച്ച് കേരള സർക്കാർ. അത് പിൻവലിക്കാൻ പറ്റിയില്ല. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് പിടിച്ചാൽ അദ്ദേഹം നേരിട്ട് ഹാജരാവണമെന്നൊക്കെ പറഞ്ഞ് ഓർഡർ പാസ്സാക്കി. കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആനക്കൊമ്പ് കേസ് പിൻവലിക്കാനുള്ള മഹാമനസ്കത കാണിച്ച നമ്മുടെ കേരള സർക്കാർ ഈ പാവപ്പെട്ടവൻ്റെ ആമക്കേസ് പിൻവലിക്കണം എന്നാണ് അവരുടെ ദയനീയമായ അഭ്യർത്ഥന. കാരണഭൂതൻ ഹൃദയമുള്ളവനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൃദയാലുവാണ്. അദ്ദേഹവും വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനാണ്. ശശീന്ദ്രൻ അതിനേക്കാളും വളരെ സൗമ്യനും സ്നേഹസമ്പന്നനുമായ മനുഷ്യനാണ്. പക്ഷേ കേസ് പിൻവലിക്കുന്ന വകുപ്പ് ഫോറസ്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പോലീസുകാർ രജിസ്റ്റർ ചെയ്യുന്ന കേസ് പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പല്ല, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു സാധനമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഭരണപരിധിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആ വകുപ്പിൽ നിന്നാണ് കേസ് പിൻവലിക്കേണ്ടത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് വകുപ്പിൻ്റെ ചുമതലക്കാരനായ അവർക്ക് പ്രിയങ്കരനായ കാരണഭൂതൻ്റെ കരുണാകടാക്ഷം ഈ പാവപ്പെട്ട മലവേടന്മാർക്ക് നേരെ ഉണ്ടാകണമെന്നും ഇവരുടെ പേരിൽ ഈ വെള്ളാങ്കല്ലൂരിലുള്ള ഫോറസ്റ്റുകാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇരിങ്ങാലക്കുട കോടതിയുടെ പരിഗണനയിൽ തുടരുന്ന ആ കേസ് പിൻവലിക്കണമെന്നും ഈ അപേക്ഷയെ ഞാനും പിന്തുണയ്ക്കുകയാണ്. എന്നോട് പ്രത്യേകിച്ച് സ്നേഹമുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്. അപ്പോൾ എന്നോടുള്ള സ്നേഹവും എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനവും മുൻനിർത്തി ഈ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളീയർക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കാരണഭൂത, അങ്ങയുടെ കരുണാകടാക്ഷം ഈ പാവങ്ങൾക്ക് നേരെ ഉണ്ടാകണം. ഈ മലവേടന്മാർക്ക് പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് ഇവർക്ക് യഥാർത്ഥത്തിലുള്ള ആമ ഏതാണ്, സംരക്ഷിക്കപ്പെട്ടുള്ള ആമ ഏതാണെന്ന് അറിയാൻ പാടാത്തതുകൊണ്ട് പറ്റിയതാണ്. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്തവരാണ്. ആ കേസ് പിൻവലിക്കണമേ എന്ന് ഞാനും അപേക്ഷിക്കുകയാണ്. അവരുടെ അപേക്ഷയിൽ ഞാനും പങ്കുചേരുകയാണ്. അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് അങ്ങേക്ക് മുൻകൂട്ടി നന്ദി പറയുക കൂടി ചെയ്യുകയാണ്.
വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.